മലയോര മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കുരുത്തുച്ചാൽ ടൂറിസം കേന്ദ്രത്തിൽ 1.5 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമായി. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി എംഎൽഎയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളുടെയും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. ആദ്യഘട്ടത്തിൽ 1.55 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കും. ഇതിനായി ജില്ലാ പഞ്ചായത്ത് നീക്കിവെച്ച 25 ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ ഫണ്ടും ഉപയോഗിച്ച് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കും. വ്യൂ പോയിന്റ്, ഫുട്പാത്ത്, കുട്ടികളുടെ പാർക്ക്, കഫ്റ്റേരിയ, ടോയ്ലറ്റ് ബ്ലോക്ക് തുടങ്ങിയവയും ഈ ഘട്ടത്തിൽ പൂർത്തിയാക്കും. തുടർന്ന് ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് അഡ്വഞ്ചർ സോൺ, ഗ്ലാസ് ബ്രിഡ്ജ് തുടങ്ങിയ വലിയ പദ്ധതികളും കൊണ്ടുവരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ലിസ്റ്റ് ഫിക്സ് ചെയ്ത് കിട്ടുന്ന മുറയ്ക്ക് ടൂറിസം വകുപ്പും DTPCയും പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും അവർ വ്യക്തമാക്കി. യോഗത്തിൽ പങ്കെടുത്ത നാട്ടുകാർ അവരുടെ ആശങ്കകളും നിർദ്ദേശങ്ങളും പങ്കുവച്ചു. സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകിയുള്ള പ്രവർത്തനങ്ങളായിരിക്കും ആദ്യഘട്ടത്തിൽ നടപ്പാക്കുകയെന്ന് അധികൃതർ ഉറപ്പു നൽകി. ഇവിടെ നമുക്കറിയാം, കാലങ്ങളായിട്ടുള്ള അപകട മരണങ്ങൾ എല്ലാ വർഷവും നിർബാധം തുടരുകയാണ്. എന്നാൽ വളരെ മനോഹരമായ കാഴ്ചയാണ് കുന്തിപ്പുഴയുടെ തുടക്കത്തിൽ തന്നെയുള്ള ഈ പ്രദേശം. അപ്പോൾ സുരക്ഷയായി അത് കാണാൻ കഴിയുന്ന, അപകടങ്ങളില്ലാത്ത വിധം ഈ പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. ഞങ്ങൾ കാലങ്ങളായിട്ട് അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. DTPCയിൽ നമ്മുടെ ഒരു പദ്ധതിയുണ്ട്, ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ. അത് ഒരു 1.25 കോടി രൂപയുടെ, ആദ്യം അത് 2 കോടിയായിരുന്നു. പിന്നെ സാമ്പത്തികമായി എല്ലാത്തിനും കുറവ് വരുത്തിയപ്പോൾ അത് 1 കോടി 30 ലക്ഷം രൂപയുടെ ഒരു പദ്ധതി അവരുടെ അടുത്തുണ്ട്. അതിപ്പോ ലാൻഡ് റവന്യൂവിൻ്റെതായതുകൊണ്ട്, ഭൂമി റവന്യൂവിൻ്റെതാണ്, മിച്ചഭൂമിയായിരുന്നു. അത് ലീസിന് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുകയാണ്. അപ്പോൾ അതിന്റെ ലീസ് സംഖ്യ തീരുമാനിക്കാനും, അതുപോലെ തന്നെ ജില്ലാ കളക്ടറുടെ ഒരു നിർദ്ദേശം 5 കൊല്ലത്തിന് ലീസിന്റെ ഇളവും വേണം. ഇതിനു വേണ്ടിയുള്ള ഫയൽ ഇവിടെ നിന്നൊക്കെ പോയി ഇപ്പോൾ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അടുത്താണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി അതിൽ തീരുമാനം പറഞ്ഞാൽ മറിച്ചൊന്നും പറയാൻ സാധ്യതയില്ല. തീരുമാനം പറയുന്നതോടുകൂടി പിന്നെ ആ ഫണ്ട് ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനം നമ്മുടെ DTPCക്ക് ആരംഭിക്കാം. അതാണ് അതിന്റെ ഒരു സ്റ്റേജ്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്നുള്ള ആവശ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ജില്ലാ പഞ്ചായത്ത് അവരുടെ വില്ലേജ് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് കുറച്ച് ഫണ്ട് വെച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും വെച്ച പദ്ധതികളും അതോടൊപ്പം തന്നെ DTPCയുടെ പദ്ധതിയും ഒന്നിച്ചിവിടെ ഉപയോഗപ്പെടുത്തണം. അതോടൊപ്പം ഇതൊക്കെ വരുന്നത് വരെ ഇവിടെ ചില ആളുകൾ, നമ്മുടെ ചില വ്യക്തികൾ അതിന് ചില സൗകര്യം ചെയ്യാന്ന് പറയുന്നുണ്ട്. അത് പഞ്ചായത്തിന്റെ അനുമതിയോടുകൂടി കളക്ടറുടെ അനുവാദം വാങ്ങിയിട്ട് ഇനിയുള്ള ആഴ്ചകളിലും മാസങ്ങളിലൊക്കെ അതും ഇവിടെ നടക്കണം. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് ഇതിനൊക്കെ ഒരു ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോ ഞങ്ങളിവിടെ ചേർന്നത്. MLA N. ഷംസുദ്ദീൻ യോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്ത് അധ്യക്ഷനായി. ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ അനിൽകുമാർ, DTPC സെക്രട്ടറി സിൽബർട്ട്, DFO സാജു വർഗീസ്, CI രാജേഷ്, എക്സൈസ് CI ജയചന്ദ്രൻ, തഹസിൽദാർ ജോയി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. പ്രീത, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റസീന വറോഡൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഇന്ദിര മടത്തുംപുള്ളി, സഹദ് അരിയൂർ, നാട്ടുകാരായ നൌഷാദ് വെള്ളപ്പാടം, അബുട്ടി, മുഹമ്മദ് അലി മെട്രോ, അബൂബക്കർ എന്നിവരും രാഷ്ട്രീയ പ്രതിനിധികളും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഒരു വാക്ക് വേ, പിന്നെ വ്യൂ പോയിന്റുകൾ, പിന്നെ അതിന്റെ ബ്യൂട്ടിഫിക്കേഷൻ, കുട്ടികളുടെ പാർക്ക്, ഒരു കഫറ്റേരിയ, പിന്നെ ടോയ്ലറ്റ് ബ്ലോക്ക്, ഇതൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ചിട്ട് നമ്മളൊരു അഡ്വഞ്ചർ സോണ് അല്ലെങ്കിൽ അതിന് അനുബന്ധമായിട്ടുള്ള പുതിയ സംരംഭങ്ങളെല്ലാം കൂടെ തുടങ്ങാനാണ് നമ്മൾ ഈ പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ചെറിയൊരു സാങ്കേതികത്വം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ലീസ് ഫിക്സ് ചെയ്ത് നമുക്ക് കിട്ടേണ്ടതുണ്ട്. അത് കിട്ടി കഴിഞ്ഞാൽ ടൂറിസം വകുപ്പും DTPCയും ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട്. CCN മണ്ണാർക്കാട്.